നിങ്ങളുടെ ജീവിതം 100 കാരണങ്ങൾ കാണിച്ച് നിങ്ങളെ കരയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തെ 1000 കാരണങ്ങൾ കാണിച്ച് ചിരിച്ചു കാണിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം മരണമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നാം മരിക്കുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ ആകട്ടെ. എത്ര അവസരങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, അവ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ എല്ലാം വൃഥാവിലാണ്. ജീവിതം 2 കാലുകളാണെന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. തളർന്നു വീണത് കണ്ടാൽ ചിരിക്കാൻ പലരുമുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണം എന്ന ബോധ്യമുണ്ടാകുന്നത്. ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല. ഒരു മെഴുകുതിരി നാളത്തിൽ നിന്നും വരുന്ന വെളിച്ചത്തെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഇരുട്ടുകൊണ്ടും ഒരിക്കലും കെടുത്തി കളയാനാകില്ല. അർഹിക്കുന്നവർക്ക് മാത്രമേ എന്തും കൊടുക്കാവൂ. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും ഇങ്ങോട്ട് കിട്ടാതെ ഒന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല. വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാകില്ല. മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് അസ്വസ്ഥമാക്കുന്നത്. സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചിരിക്കണം കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. ആഗ്രഹിക്കുന്നത് പോലെ മനോഹരമായില്ലെങ്കിലും കാലം കാത്തുവെക്കുന്നതെല്ലാം മനോഹരം തന്നെ ആയിരിക്കും. വിനാശത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ആയുധമാണ് വിവേകം. ശത്രുക്കൾക്ക് നശിപ്പിക്കാനാവാത്ത കോട്ടയാണത്. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്. കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത്. നിങ്ങൾ കാണാത്തത് പറയരുത്. നിങ്ങൾ ചെയ്യാത്തതിനെ വിലക്കരുത്. നിങ്ങൾ പൂർണ്ണമായതിനെ മാത്രം തിരയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിന് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. ആവശ്യത്തിലധികം ലഭിച്ചാൽ ഭാഗ്യം, എന്നിട്ടും കരയുന്നുവെങ്കിൽ നിർഭാഗ്യം, ഉള്ളതിൽ സന്തോഷിച്ചാൽ സൗഭാഗ്യം. നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുണ്ടല്ലോ, അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിച്ചു പോകരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.